ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനി നാമിനി. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇസ്കോൺ മാംഗ്ലൂർ നടത്തുന്ന ലെവൽ 2 ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്ലോകങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച അനുത്തര മാതാജിയോടും അതുപോലെ തന്നെ ചൊല്ലാൻ താല്പര്യം കാണിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അത് അവരവർക്ക് തന്നെ വളരെ നല്ലതായിട്ട് വരും. ഇനി ശ്ലോകത്തിന്റെ അർത്ഥം പഠിക്കണം. പിന്നെ അതിനെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടുള്ള അർത്ഥങ്ങളെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കണം. അപ്പോഴാണ് അതിന്റെ മുഴുവനുമായിട്ടുള്ള പ്രയോജനം കിട്ടുക. നമ്മൾ ഇന്നലെ പുരുഷോത്തമ യോഗമാണ് പറഞ്ഞു. ഉത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനിലേക്ക് എത്താനുള്ള വഴിയാണ് ഭഗവാൻ സ്നേഹത്തോട് കൂടിയിട്ട് അർജുനനിലൂടെ നമുക്കൊക്കെ വേണ്ടി പറഞ്ഞു തരികയാണ്. അപ്പൊ ആദ്യം തന്നെ ഒരു ഉദാഹരണമായിട്ട് ഒരു വൃക്ഷത്തിനെ പരിചയപ്പെടുത്തി. അശ്വത്ഥത്തിന്, തല തിരിഞ്ഞ ഒരു അശ്വത്ഥത്തിന്, വെള്ളത്തിന്റെ നദിയുടെ ഒക്കെ തീരത്ത് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഛായ, നിഴല് നദിയിലെങ്ങനെയാണോ കാണുന്നത് അതുപോലെയുള്ള ഒരു വൃക്ഷത്തിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഊർധ്വമൂലം അധശ്വാഖം ആയിട്ട് അതിന്റെ ഇലകളാണ്, പർണങ്ങളാണ് എന്ത് വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ് എന്ന് അറിയണം. വേദമന്ത്രങ്ങൾ പഠിക്കുന്നതും സകല ശാസ്ത്രങ്ങളും ബ്രഹ്മസൂത്രം എല്ലാം പഠിക്കണം. എൻ്റെ ലക്ഷ്യം ഭഗവാനിലേക്ക് എത്തുക എന്നതാണ്. അതിനെയാണ് എന്ത് പറയണത്? യോഗം. ഭഗവാനുമായിട്ട് ചേരുക. നമ്മൾ ഭഗവാനിൽ നിന്നും വന്നവരാണ്. അത് എപ്പോഴും അത് ഓർക്കണം. ഭഗവത്ഗീത അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പരമാത്മാവിന്റെ ഭഗവാന്റെ ലോകത്ത് തന്നെ ഇരുന്ന നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് പല ജന്മങ്ങളിലായി നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അനുഭവിച്ച് തീരാനാണ്. അപ്പം സങ്കടം ഉണ്ടാവുമ്പോൾ, ദുഃഖം ഉണ്ടാവുമ്പോഴൊക്കെ നമ്മൾ തളരരുത്. നമ്മൾ പറയണം, എൻ്റെ കർമ്മങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പുതിയതായിട്ട് കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും പ്രാരാബ്ധം ഉണ്ടാക്കാതിരിക്കാനും ശ്രമിക്കണം. അങ്ങനെ ആവുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനോട് അടുക്കും. അതാണ് വേദങ്ങളെ ഇലയാണ് ഈ മരത്തിനെ മുറിക്കണം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അതിലൊക്കെ ഭ്രമിച്ചു പോവല്ല വേണ്ടത്. എന്താണ് അതിൻ്റെയൊക്കെ ലക്ഷ്യം? ഭഗവാനിലേക്ക് എത്തിക്കുകയാണ് എന്ന് അറിയണം. വേദ പഠനത്തിന്റെ ഉദ്ദേശം കൃഷ്ണനെ പറ്റി അറിയുകയാണ്. അത് വളരെയധികം അറിഞ്ഞാലേ നമ്മളുടെ മനസ്സിൽ അത് ഉറച്ചു നിൽക്കുള്ളൂ. എന്നിട്ട് എന്ത് പറഞ്ഞു? ഈ വൃക്ഷത്തിന്റെ താഴേക്ക് ഇറങ്ങുന്ന വേരുകളാണ് കർമ്മങ്ങള്. അത് നമ്മളെങ്ങനെ ബന്ധിപ്പിച്ച് ചുറ്റിപ്പണയിച്ച് നമ്മളുടെ വീട്, കുടുംബം, വീട്ടുകാര്, നാട്ടുകാര്, സ്വത്ത്, ജോലി എന്നൊക്കെയുള്ള പലവിധ വേരുകളും നമ്മളെങ്ങനെ ചുറ്റിപ്പണച്ച് ഭഗവാനിലേക്ക് എത്താൻ തടസ്സമായിട്ട് നമ്മൾ സ്വതന്ത്രമാക്കി വിടാണ്ട വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് പറഞ്ഞു? അസംഗശസ്ത്രേന ദൃഢേന ചിത്വ
ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ആ സംഘത്തിന്റെ മമതയുടെ നമ്മളെ ബന്ധിപ്പിച്ചിട്ടുള്ള ആ വേരുകള് മുറിച്ചു കളയണം. നല്ല ഉറപ്പുള്ള ശസ്ത്രം കൊണ്ട്, ആയുധം കൊണ്ട് അതിനെ മുറിക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ പേരാണ് അസംഗം. അതായത് നമ്മൾ വിവാഹം കഴിക്കണ്ടെന്നോ, ഭർത്താവിനെ നോക്കണ്ടെന്നോ, കുട്ടികൾ ഉണ്ടാവണ്ടെന്നോ, കുട്ടികളെ വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ പ്രായമായ അമ്മയും അച്ഛനെയും നോക്കണ്ടെന്നോ ഒന്നുമല്ല. എല്ലാം വേണം, പക്ഷെ അമിതമായ ഒട്ടൽ പാടില്ല എന്ന് മാത്രമാണ് അസംഗം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ താമരയുടെ ഇലയിലെ വെള്ളം പോലെ, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട വെണ്ണ പോലെ എന്നൊക്കെ പറയണ പോലെ ആമ തലയും കൈകാലും ഒക്കെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഭഗവാനിൽ എത്തുന്നതിൽ നിന്നും നമ്മളെ തടയുന്നത് എന്താണോ അതിനെ ഇല്ലാതാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മളുടെ കടമകൾ ചെയ്യണം എന്ന് തന്നെയാണ് ഭഗവാൻ ആവർത്തിച്ച് പറയുന്നത്. സ്വധർമ്മം ചെയ്യണം, അത് തന്നെയാണ് ഒന്നാമത്തെ ഭഗവത് പൂജ. പക്ഷെ അത് തനിക്ക് വേണ്ടിയിട്ടാവരുത്. കുട്ടികളെ വളർത്തുന്നത് ഭഗവാൻ തന്നിട്ടുള്ള നിധിയാണ്. അവരെ നേരായി പഠിപ്പിച്ച് സന്മാർഗം ഉപദേശിച്ച് നേരായ വഴിയിൽ കൂടി നടത്തി വിടണം. അത് നമ്മളുടെ കടമയാണ്. അല്ലാതെ അവര് പഠിച്ചു വന്ന് വലിയ ഉദ്യോഗസ്ഥരായി നമുക്ക് സമ്പത്ത് തരും, അല്ലെങ്കിൽ നമ്മളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മളെ നോക്കും വയസ്സാകുമ്പോ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മൾ നമ്മളുടെ കടമ ചെയ്യാം. പിന്നെ ഈ വൃക്ഷത്തിന്റെ രൂപം ഈ ലോകത്തിൽ അങ്ങനെ തലതിരിഞ്ഞ വൃക്ഷം കാണില്ല. അതിന് ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു സാങ്കല്പികമായ ഒരു വൃക്ഷമായിട്ട് ഈ ഭൗതിക ലോകത്തിലെ ബന്ധനങ്ങളെ കാണണം. അതിനെ മുറിച്ചു കളഞ്ഞാലാണ് പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ നമ്മൾ സമർപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞു. പിന്നെ ഭഗവാൻ ആകുന്ന വൃക്ഷത്തിനെ അറിഞ്ഞാൽ പിന്നെ ഈ മായാലോകത്തിനോട് ആസക്തി ഉണ്ടാവില്ല. അവിടെ നിന്ന് മരിച്ചു പോകണം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം എന്നല്ല, വേണ്ടതുപോലെ ജീവിക്കണം. പക്ഷെ ആസക്തി ഉണ്ടാവാൻ പാടില്ല. എനിക്ക് ഇനിയും ഇവിടെ ജനിക്കണം എന്നുള്ള ആ ഒരു തോന്നലില്ലാതെ എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തണം, ഭഗവാനോട് ചേരലാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള ആ ഒരു ജ്ഞാനം ഭഗവാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ കൂടുമ്പോഴേ അതില് ഒരാൾക്ക് അങ്ങനെ വേണം എന്ന്. ബാക്കി 999 ആളും വിചാരിക്കും ഇതൊക്കെ പിന്നെ ആവാം, ഈ ലോകത്തില് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ ജീവിതം ആസ്വദിക്കട്ടെ എന്ന്. ആസ്വദിക്കണ്ടെന്നല്ല, പക്ഷെ അതിനോട് ഒട്ടരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത്. 5ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഭഗവാനെ എങ്ങനെയാണ് സ്വയം സമർപ്പിക്കുക എന്ന് അറിയാവുന്നവരാണ് ശാശ്വതമായ ഈ ലോകത്തിലേക്ക്. അത് ശാശ്വതമാണ്. ഈ ഭൗതിക ലോകം എങ്ങനെയാന്ന് ഭഗവാൻ പറഞ്ഞു, അശാശ്വതമാണ്, ദുഃഖാലയമാണ്. എന്നാൽ ഭഗവാന്റെ ആ ശാശ്വതമാണ്, വളരെ മുകളിലുള്ള ആ ലോകം, ഭഗവാന്റെ ധാമം എങ്ങനെയാണ്, അത് ശാശ്വതമാണ് എന്ന് പറഞ്ഞു. നിത്യ അധ്യാത്മ നിത്യ ആണ്, നിത്യമായിട്ട് ലോകാണ്. പിന്നെ അവിടെ ഒരു സൂര്യന്റെയോ ചന്ദ്രന്റെയോ ഒന്നും ആവശ്യമില്ല. സൂര്യനെ ആശ്രയിച്ചിട്ടാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുമ്പോ ഇരുട്ടാവും. ചന്ദ്രനെ ആശ്രയിച്ച് നിൽക്കുന്ന ലോകമാണെങ്കിൽ നിലാവില്ലാതാവുമ്പോ ഇരുട്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. അവിടെ ഭഗവാന്റെ ഒരു നഖ ഇന്ദു മതി. ആ നഖത്തിൽ നിന്ന് വരുന്ന ആ ഒരു രശ്മിയുടെ ശോഭ കൊണ്ട് ഈ ലോകം മാത്രമല്ല 14 ലോകങ്ങളും പ്രകാശിച്ചു കൊണ്ടിരിക്കും. അതിന്റെ മുന്നിൽ സൂര്യനെ ചന്ദ്രനെ ഒന്നും ആവശ്യമില്ല. ആ മിന്നി വേണോ സൂര്യൻ പ്രകാശിക്കുമ്പോ എന്ന് പറയണ പോലെ ഉള്ളൂ. സൂര്യൻ ഭഗവാന്റെ ആ പ്രകാശത്തിന്റെ മുന്നിൽ അവിടെ എത്തി അവിടുത്തെ സന്തോഷം അറിഞ്ഞ് ആ ആനന്ദത്തിൽ അലിയുമ്പോൾ തിരിച്ചു വരാൻ ആർക്കും പിന്നെ ആഗ്രഹമുണ്ടാവില്ല. എന്നും ഭഗവാന്റെ കൂടെ കൂടെ നിൽക്കണം എന്നാണ് ഉണ്ടാകുക. ഇനി 7ാമത്തെ ശ്ലോകം. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മന ഷഷ്ടാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷത്തി. 5 ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്. അതിന്റെ കൂടെ 6ാമതായിട്ട് മനസ്സ്. ആ 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ചിട്ട് ഈ ഭൗതിക ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ നേടാനായിട്ട് കഠിന പ്രയത്നം ചെയ്യുകയാണ് മനുഷ്യർ.
മമ ഏവ അംശം ജീവലോക, ഈ ജീവലോകങ്ങൾ മുഴുവനും മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും അണുവിലും കൃമിയിലും ഒക്കെ ഭഗവാന്റെ അംശമായിട്ടാണ് എല്ലാ ജീവികളും ഉള്ളത്. പക്ഷെ അവർക്ക് അറിയില്ല, ഭഗവാന്റെ അംശമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്, തിരിച്ചു പോണം, ഭഗവാനിലേക്ക് എത്തണം, അല്ലാതെ അടുത്ത ജന്മം മനുഷ്യനാകുമെന്ന് അറിയില്ല. താഴേക്കിടയിലുള്ള ജീവികളായിട്ട് പോയേക്കാം. പിന്നെ അവിടെ നിന്ന് ഒരു മനുഷ്യജന്മം മാത്രമാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. അത് പിന്നെ എന്നാ കിട്ടുകയെന്ന് അറിയില്ല. അതുകൊണ്ട് കിട്ടിയ അവസരം ഉപയോഗിക്കണം എന്ന ചിന്തയില്ലാതെ ഈ ലോകത്തിലെ സകല സത്തകളും ജീവാത്മാക്കളും മനുഷ്യന്മാരും ബദ്ധരായിട്ടിരിക്കുകയാണ്, ഭൗതികതയോട് ചേർന്നിരിക്കുകയാണ്. അങ്ങനെ 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ചിട്ട് 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും അതുപോലെ തന്നെ മനസ്സും, കണ്ണ് മൂക്ക് ചെവി നാക്ക് ത്വക്ക്, അതുപോലെ തന്നെ കയ്യേ കാലേ പാണി പാദം പായു ഉപസ്ഥം എന്നുള്ള നാക്ക്, അങ്ങനെയുള്ള കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഉപയോഗിച്ചിട്ട് ഈ ഭൂമിയിലെ സുഖങ്ങള് അനുഭവിച്ച് മതിയാവണില്ല എന്ന് വിചാരിച്ചിട്ട് അവർ അതിൽ തന്നെ മുങ്ങിയും പൊങ്ങിയും കഴിയാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ അറിവുള്ളവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതല്ല, അതിന്റെ അപ്പുറത്തൊരു ശാശ്വത ലോകമുണ്ട്. ഇത് ആ തലതിരിഞ്ഞ ആലിന്റെ നിഴലാണ്, അത് യഥാർത്ഥമായിട്ടുള്ള ലോകത്തിന്റെ ഭംഗി നിങ്ങൾക്ക് അറിയാതെയാണ് എന്ന് പറയുന്നതാണ് ഈ ശ്ലോകം. അത് പ്രകൃതിയുടെ ആ മായയിൽ പെട്ടിട്ട് ഈ എത്ര 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവര് സന്തോഷം ഇവിടെ കിട്ടും, ശാന്തി സമാധാനം ഇവിടെയാണ് ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് ഓരോന്നിന്റെ പിന്നാലെ പോവാണ്. അമ്പലത്തിൽ പോയി ശാന്തി ഉണ്ടാവും എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഓടും. പക്ഷെ അവിടെ നിന്ന് യഥാർത്ഥമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നൊന്നും ആലോചിക്കില്ല. തിക്കി തിരക്കി പോയി നടക്കിൽ നിൽക്കുമ്പോ മാത്രം ഭഗവാനെ ഓർക്കും. അത് കഴിഞ്ഞ് അവർ വീണ്ടും വർത്തമാനമൊക്കെ പറയും. അങ്ങനെ ചെയ്യാനുള്ളതല്ലല്ലോ അമ്പലം. അവിടെ ഇരുന്ന് ജപിക്കാം, ധ്യാനിക്കാം. ആ പരിശുദ്ധമായിട്ടുള്ള അന്തരീക്ഷം, അവിടുത്തെ ആ കളഭത്തിന്റെയും പൂക്കളുടെയും ഒക്കെ മണം നമ്മളുടെ മൂക്കിനെ പരിശുദ്ധാക്കും. ഭഗവാന്റെ ദിവ്യ വിഗ്രഹം നമ്മുടെ കണ്ണിന് ആനന്ദാവും. അവിടുത്തെ ആ വാദ്യങ്ങളുടെയും ഒക്കെ നാമജപത്തിന്റെയും ഒക്കെ ശബ്ദം ചെവിയെ, നമ്മൾ ജപിക്കുന്ന നാമം നമ്മുടെ നാവിനെ, അങ്ങനെ 5 ഇന്ദ്രിയങ്ങളും പരിശുദ്ധമാക്കാനുള്ള ഇടമായിട്ട് അമ്പലത്തിനെ കാണണം. അല്ലാതെ വെറുതെ അവിടെ പോയാൽ എനിക്ക് ശാന്തി ഉണ്ടാവും എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഭഗവാന്റെ മുന്നിൽ വെച്ച് കൊടുത്താല് കാര്യമുണ്ടാവില്ല. അതാണ് ഷഷ്ട ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് ഭഗവാനെ കാണാനാണ് ഭഗവാൻ തന്നിട്ടുള്ളത്. ഇതാ ഈ വെള്ളത്തുള്ളി സമുദ്രത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അതിന് സമുദ്രത്തിന്റെ സകല ഗുണങ്ങളുമുണ്ട്. മമ ഏവ അംശം ജീവലോകെ എന്ന് പറയണം. ഏതുപോലെയാണോ ഭഗവാന്റെ അംശമായിട്ട് നമ്മൾ ഓരോരുത്തരും, നമ്മളിലുള്ള ആ അണുമാത്രമായ ചൈതന്യം, സത്ത്, അത് ഭഗവാന്റെ അംശമാണ്. അത് പോയാൽ പിന്നെ കയ്യും കാലും കണ്ണും മൂക്കൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ, ജഡമാവില്ലേ. അതുപോലെ തന്നെയാണ് ഈ സമുദ്രത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒരു തുള്ളി, ഒരു കുമിള, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ ഒരു കോശം. ആ ശരീരത്തിന്റെ സകല ചൈതന്യവും ഉൾക്കൊള്ളുന്നതാണ് ഒരു ആളിക്കത്തുന്ന തീയിലെ ഒരു തീപ്പൊരി. സ്വയം അതൊരു തീയാണ്. അതിന് മറ്റൊരു സ്ഥലത്ത് ചെന്നാല് അതുപോലെ ഒരു തീയായിട്ട് വികസിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ശക്തനായിട്ടുള്ള, സർവശക്തനായിട്ടുള്ള ഭഗവാന്റെ അണുമാത്രമായിട്ടുള്ള അംശമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ അറിയണം. ഭഗവാനെ നമസ്കരിക്കുമ്പോൾ നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് വേണം നമസ്കരിക്കാനായിട്ട്. അർജുനൻ പറഞ്ഞതുപോലെ അവിടുന്ന് എൻ്റെ ഗുരുവാണ്, എനിക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനമാണ് എന്ന ബോധത്തോടു കൂടി വേണം നമ്മൾ നാമം ജപിക്കാനും നമസ്കരിക്കാനും ഒക്കെ. 8ാമത്തെ ശ്ലോകം. ശരീരം യദവാപ്നോതി യച്ഛാപ്യുത്ക്രാമദീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ശരീരം ജനിക്കുമ്പോൾ, ശരീരം യദവാപ്നോതി, ഒരു ശരീരത്തിൽ നിന്നും വേറൊരു ശരീരത്തിലേക്ക് അതിന് മുമ്പുണ്ടായിരുന്നിട്ടുള്ള ആ ജീവചൈതന്യം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു ശരീരം വീണു, ഇപ്പൊ നമ്മളുടെ മുത്തച്ഛനോ
ആരെങ്കിലും മരിച്ചു പോവാണ്. അപ്പോൾ അതിൽ നിന്നും ആ സൂക്ഷ്മ ശരീരം പുറത്തു പോകുമ്പോൾ സ്ഥൂല ശരീരം അവിടെ വീണ് ജീർണിച്ച് നശിച്ചു പോകും. നമ്മൾ അതിനെ കത്തിക്കുകയും എന്തെങ്കിലും ചെയ്യും. പക്ഷെ അതിൽ നിന്നും ഒരു ജീവചൈതന്യം, കുടം ഉടയുമ്പോൾ കുടത്തിനുള്ളിലുള്ള വായു പുറത്തെ വായുവായിട്ട് ലയിക്കുന്നത് പോലെ ആ ജീവചൈതന്യം പോയിട്ട് അന്തരീക്ഷത്തിൽ പ്രകൃതിയുമായി ചേർന്നിട്ട് തനിക്ക് പൂർവജന്മങ്ങളിൽ നിന്നും കൊണ്ടുവന്നതും ഈ ജന്മത്തിൽ നമ്മൾ എന്താ പറയാ കൂട്ടിവെച്ചതുമായിട്ടുള്ള കർമ്മങ്ങളെ മുഴുവനും വീണ്ടും അനുഭവിച്ച കർമ്മം എല്ലാം ഒടുങ്ങണ്ടേ? അതിനു വേണ്ടിയിട്ട് അതിന് പറ്റിയ ശരീരം പ്രകൃതിയാണ് നൽകുക. ഈ ജന്മത്തിൽ ചെയ്ത പ്രവൃത്തികളുടെ ഫലം ഒക്കെ അപ്പോഴാണ് അനുഭവിക്കുക. വല്ലാതെ തെറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നേരെ താഴോട്ട് പോയിട്ട് ആ സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കുന്ന ആ ജീവൻ അനുഭവിക്കും. നരകയാതനകളൊക്കെ അനുഭവിച്ച് പുണ്യവും പാപവും തുല്യമാവണ വരെ അനുഭവിക്കും. എന്നിട്ടാണ് വീണ്ടും ജന്മം എടുക്കുക. അങ്ങനെ വീണ്ടും വേറൊരു ശരീരം, അതിന് ഏത് അച്ഛനും അമ്മയാണ് വേണ്ടത്, അതിന് എന്താഗ്രഹമാണ് മരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്, ഏതു ഭൂപ്രദേശത്ത് ജനിച്ചാലാണ്, അപ്പം മരുഭൂമിയിൽ ജനിക്കണോ, വെള്ളത്തിന്റെ അടിയിൽ ജനിക്കണോ, ആകാശത്ത് വേണോ, അതോ ഭൂമിയിൽ തന്നെ നല്ല സമ്പത്തുള്ള ഗൃഹത്തിൽ വേണോ, എനിക്ക് കുറെ കാശ് വേണം എന്ന ആഗ്രഹത്തോടു കൂടി മരിച്ചാല് നല്ല പുണ്യം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു സമ്പന്ന ഗൃഹത്തിൽ ജനനം ഉണ്ടാവും. അതല്ല, എനിക്ക് ഭഗവാനോടുള്ള ഭക്തിയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ആധ്യാത്മികമായിട്ട് ഉയർന്നിട്ടുള്ള ഒരു ഗൃഹത്തിൽ ജനനം ഉണ്ടാകും. എനിക്ക് ആരോടും മിണ്ടാൻ ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനെ വെറുതെ നിൽക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ എന്നുള്ളവര് പിന്നെ മരം പോലെയുള്ളവയായിട്ട് ജനിക്കും. എത്ര കാമം ഉണ്ടായാലും എത്ര സ്ത്രീകളുടെ പിന്നാലെ പോയാലും മതിയാവാത്തവര് പട്ടിയായിട്ട് ജനിക്കും. തിന്ന് മതിയാവാത്തവര് പന്നിയായിട്ട് ജനിക്കും എന്നൊക്കെയാണ് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നത്. അങ്ങനെ ശരീരം യദവാപ്നോതി വായുർഗന്ധാനിവ ആശയാത്ത്, വായു പുഷ്പങ്ങളിലെ എന്തെടുക്കും, സുഗന്ധം എടുക്കും. ജീവസത്ത കാറ്റ് ഗന്ധങ്ങളെ എന്നതുപോലെ ഒരു ശരീരത്തിൽ നിന്നും ആ ശരീരം ജീവിച്ച് മരിക്കുന്നത് വരെ ഉണ്ടായിട്ടുള്ള അതിന്റെ സങ്കല്പങ്ങളെ ഈ ശരീരം വീണു പോകുമ്പോൾ മറ്റൊരു ശരീരത്തിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ഒരു തുടർച്ചയാണ് അങ്ങനെ വന്നു പോകുന്നത് എന്നാണ്. ശരീരം യദവാപ്നോതി യച്ഛാഭ്യുക്രാമതീശ്വര, ശരീരം ഉത്ക്രാമതി എന്ന് പറയുമ്പോൾ ജീവൻ അതിനെ വിട്ടു പോകുമ്പോൾ ഗൃഹീത ഏതാനി സംയാതി, അതിനെയും കൊണ്ട് അടുത്ത ശരീരം ഗ്രഹിക്കുന്നു, ചെന്ന് ചേരുന്നു. ഏതുപോലെ ഈ വാസനകള് എടുത്ത് കാറ്റിങ്ങനെ ഒരു പൂവിൽ നിന്നും നമ്മൾ മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ എത്തുന്നത് പോലെ. അപ്പോൾ ഈ 6 ഇന്ദ്രിയങ്ങളെയും കൊണ്ടാണ് ഈ സൂക്ഷ്മ ശരീരം, അതിൻ്റെയൊക്കെ സൂക്ഷ്മമായ അംശങ്ങളെയും കൊണ്ടാണ് ആ സൂക്ഷ്മ ശരീരം പോവുക, അടുത്ത ദേഹത്തില് പ്രവേശിക്കുക. പിന്നെ 9ാമത്തെ ശ്ലോകം, ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. അങ്ങനെ വേറൊരു ശരീരത്തിലേക്ക് അത് ചെല്ലുമ്പോൾ ചെവി, കണ്ണ്, തൊലി, നാക്ക്, മൂക്ക്, അതൊക്കെ മനസ്സും കൂടിയിട്ട് അവിടത്തെ പരിതസ്ഥിതികൾ അനുസരിച്ച് അത് വിഷയങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ തൻ്റെ യഥാർത്ഥ ആവശ്യം കണ്ണുകൊണ്ട് ഭഗവാനെ കാണലാണ്, ചെവി കൊണ്ട് ഭഗവാന്റെ സ്തോത്രം കേൾക്കലാണ്. അങ്ങനെ എല്ലാത്തിനെയും ഭഗവത് സേവനമാക്കി മാറ്റണം എന്ന് ഭാഗ്യമുള്ള ജീവൻ തിരിച്ചറിയുകയും ചെയ്യും. അടുത്ത ശ്ലോകം, 10ാമത്തെ ശ്ലോകം, ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢാന അനുപശ്യന്തി പശ്യന്തി ചക്ഷുഷ. ഇതൊക്കെ അറിയുന്നത് ആരാണ്? ജ്ഞാനികളാണ്. അകക്കണ്ണ് തെളിഞ്ഞവർക്കാണ് ഇതൊക്കെ അറിയുക. ജീവാത്മാവ് ഈ ശരീരം വിട്ടു പോകണമെന്നോ ഗുണങ്ങളുടെ ബന്ധനത്തിൽ പെടുന്നോന്നോ പിന്നെ എങ്ങനെയാണ് വേറൊരു ശരീരത്തിനെ സ്വീകരിക്കുന്നത് എന്നോ ഒന്നും അജ്ഞാനികൾ അറിയാൻ ശ്രമിക്കുന്നതേയില്ല. അവർക്ക് അതിലൊന്നും താല്പര്യമില്ല, വരണത് പോലെ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കും. എന്നാൽ അകക്കണ്ണ് തെളിഞ്ഞവർക്ക്, ഈ ഭഗവത്ഗീത പോലെയുള്ള ജ്ഞാനശാസ്ത്രങ്ങൾ പഠിച്ചവർക്ക്
ജീവന്റെ തത്വം അറിഞ്ഞവർക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ നേരായ വഴിക്ക് നയിക്കണം എന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. ഉത്ക്രാമന്തം എന്ന് പറഞ്ഞാല് ഈ ശരീരം വിടുന്ന സമയത്ത് സ്ഥിതം, ആ സമയത്ത് ഭുഞ്ചാനം അതിനെയൊക്കെ അനുഭവിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ലല്ലോ എന്നുള്ള ആ വിഷമം ചിലപ്പോൾ ഉണ്ടായേക്കാം. അതല്ലാതെ അറിഞ്ഞിട്ടുള്ള ആൾക്കാര് അതനുസരിച്ചിട്ടുള്ള നല്ല ശരീരത്തിലേക്ക് അവരുടെ ജീവൻ പ്രവേശിക്കും എന്നാണ്. ഉത്ക്രാമന്തം സ്ഥിതം വാപി, ശരീരം വിടുന്ന സമയത്തും, സ്ഥിതം വാപി ഇവിടെ ഇരിക്കുന്ന സമയത്തും, ഭുഞ്ചാനം വാ ഗുണാൻവിതം ഓരോ ഗുണങ്ങൾ പൊങ്ങുമ്പോഴും, എന്താ ഗുണങ്ങള്? രജസ്, തമസ്, സാത്വികം. നമ്മൾക്കും അങ്ങനെ ആ 3 ഗുണം വന്ന് പോയിക്കൊണ്ടിരിക്കും. രജസ് കൂടുമ്പോൾ കാമം, ക്രോധം അതൊക്കെ വരും. തമസ് കൂടുമ്പോൾ ആലസ്യം, ഉറക്കം, ഉദാസീനതയൊക്കെ വരും. സത്വഗുണം കൂടുമ്പോൾ ഇതുപോലെയുള്ള സത്സംഗങ്ങള് അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോവുക, നാമം ജപിക്കുക അതൊക്കെ തോന്നും. വിമൂഢ നാനുപശ്യന്തി, പക്ഷെ എന്തു തന്നെയായാലും മൂഢന്മാര് ഭഗവാനിലേക്ക് തിരിയുകയില്ല. പശ്യന്തി ജ്ഞാനചക്ഷുഷ, അവര് ഭഗവാനെ അറിയുകയില്ല. എന്നാൽ ജ്ഞാനികൾ ഭഗവാനെ അറിയുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാകുന്നു. 84 ലക്ഷം തരം ജീവികളുണ്ട് എന്നും അതില് 4 ലക്ഷം മാത്രമേ മനുഷ്യന്മാരുള്ളൂ എന്നും, മനുഷ്യനായി കിട്ടിയത്, തൻ്റെ ജന്മം കിട്ടിയത് മഹാഭാഗ്യമാണ്, തനിക്ക് ഇതൊരു അവസരമാക്കി എടുക്കണം, അറിയുന്നത്ര ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഭഗവാനോട് ചേരാൻ തനിക്ക് ആഗ്രഹം ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് അകക്കണ്ണ് തെളിഞ്ഞവർക്കാണ് തോന്നുക. 11ാമത്തെ ശ്ലോകം. യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോ പ്രകൃതാത്മാ അപ്യകൃതാത്മാനു നൈനം പശ്യന്ത്യചേതസാ. യോഗിയുടെ പോലെ ശ്രദ്ധയോടെ യത്നിക്കണം. യതന്തോ, യോഗികൾ എപ്പോഴും യത്നിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനാണ്? അവരുടെ ആ യോഗത്തിന്റെ ഫലമായിട്ട് ഇപ്പം വേദവ്യാസ മഹർഷി അത്രയും അധികം ആ യോഗാവസ്ഥയിൽ ഇരുന്നിട്ട് ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഈ മഹാഭാരതവും ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ കിട്ടിയത്. അദ്ദേഹത്തിന്റെ ആ യോഗ ചക്ഷുസ് തെളിഞ്ഞത് കൊണ്ടാണ്. അങ്ങനെ യോഗികള് ചിത്തവൃത്തിയൊക്കെ നിരോധിച്ചിട്ട് ആത്മനി അവസ്ഥിതം, ആത്മസാക്ഷാത്കാരം നേടിയിട്ട് ഭഗവാനോട് ചേർന്നിരുന്നു കൊണ്ട് യതന്തോ അഭി, എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. പക്ഷേ അകൃതാത്മനോ എന്ന് പറഞ്ഞാല് സുകൃതം ചെയ്യാത്ത ആൾക്കാര് നൈനം പശ്യന്ത്യ ചേതസ, അവർക്ക് ഇത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവില്ല. അവരും അമ്പലത്തിലൊക്കെ പോകും, പക്ഷെ അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് കാഴ്ചകളെ പോലെ അവിടെ വന്നവരാരാ പോയവരൊക്കെ ആരൊക്കെയാ നോക്കി തിക്കിത്തിരക്കി ആ നടയിലൊന്നും ഇങ്ങനെ കാണിച്ച് അങ്ങോട്ട് പോവും. അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല എന്നാണ്. യത്നിച്ചാലും അവർക്ക് കാണാൻ സാധിക്കില്ല. ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യത്നിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അല്ലാതെ ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ലാത്ത ആൾക്കാർക്ക് എന്തോ സൂക്ഷ്മ ശരീരമാണ് ഇപ്പോ ഉള്ളത്, അനുഭവിക്കുക എന്നുള്ളതല്ലാതെ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എത്ര ശ്രമിച്ചാലും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന ആ സത്യം മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കാനായിട്ട് സാധിക്കില്ല. ഇത് ഈ ചിത്രത്തിലെ നിത്യാനന്ദ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന് നല്ല ജ്ഞാനമുണ്ട്. ഒരു സ്ഥലത്ത് ഏകാന്തമായിട്ട് ഇരുന്ന് ധ്യാനിച്ചാൽ അദ്ദേഹത്തിന് അത്യാനന്ദം കിട്ടും. പക്ഷെ അത് പോരാ, തൻ്റെ കൂടെ ഉള്ളവരെയും കൂടി രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയണത്. അപ്പൊ എത്രയോ ആൾക്കാർ അദ്ദേഹത്തിനെ കളിയാക്കി, ചെറുപ്രായാണ് എന്നിട്ട് എന്തിനാ ഇങ്ങനെ സമയം കളയുന്നത്, ഇതൊക്കെ വയസ്സായിട്ട് പോരെ എന്നൊക്കെ പറഞ്ഞു, വേദം പഠിക്കൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള സേവ, ഇതൊക്കെയാണ് സേവകൾ എന്ന് പറയുന്നത്. ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തു. അത് കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ആൾക്കാര് അത് മനസ്സിലാക്കി അവരവരുടെ ജീവിത ലക്ഷ്യം നേടുകയും ചെയ്തു. ഇനി 12ാമത്തെ ശ്ലോകം.
യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേ അഖിലം യത് ചന്ദ്രമസി യച്ച അഗ്നൗ തത്തേജോ വിദ്ധി മാമകം. ആദിത്യനിലുള്ള ആ ചൈതന്യവും ചന്ദ്രനിലുള്ള ആ നിലാവ് പോലെ വളരെ കുളിർമയുള്ള ആ കാര്യങ്ങളും, പിന്നെ അഗ്നിയുടെ ചൂടും പ്രകാശവും എല്ലാം എന്താണ്? ആ തേജസ് മുഴുവനും ഭഗവാനിൽ നിന്ന് വന്നതാണ് എന്ന് അറിയുക. പ്രപഞ്ചത്തിലെ അന്ധകാരമൊക്കെ നീക്കി അതിനെ ശോഭിപ്പിക്കുന്നതാണ് സൂര്യന്റെ തേജസ്. അത് ഭഗവാനാണ് നൽകുന്നത്. ചന്ദ്രന്റെയും അഗ്നിയുടെയും തേജസ്സുകളും നൽകുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. മുൻപും പറഞ്ഞിട്ടുണ്ടല്ലേ, ഉപ്പ് എന്നുള്ളൊരു വസ്തുവിന് ആ ഷേപ്പ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതിന്റെ ആ രുചി വേണം. അത് ഭഗവാനാണ് നൽകുന്നത്. ഉപ്പിന്റെ ഉറ പോയാൽ എന്ത് കാര്യമെന്നും ബൈബിളിൽ ചോദിക്കില്ലേ? അതുപോലെ ആദിത്യനെ സർവ സ്ഥലത്തെയും പ്രകാശിപ്പിക്കാനുള്ള ആ കഴിവ് നൽകുന്നത്, അത് ചന്ദ്രന്റെ ആ കുളിർമയുള്ള നിലാവ് നൽകുന്നത്, അഗ്നിക്ക് വേണ്ടതുപോലെയുള്ള ആ ഗുണങ്ങളൊക്കെ നൽകുന്നത് ഭഗവാൻ തന്നെയാണ്. അതാണ് 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സൂര്യന്റെ തേജസ് എന്നിൽ നിന്നാണ്, ചന്ദ്രന്റെയും അഗ്നിയുടെയും തേജസ്സുകളും. ഇതിലൊക്കെ കൂടി ആ പരമപുരുഷനായ പുരുഷോത്തമനായ ഭഗവാനെ നമ്മൾ കാണണം. ഭംഗിയുള്ള നിലാവ് രാത്രി തെളിയുമ്പോ ഇത് ഭഗവാന്റെ അംശമാണ് എന്ന് തോന്നാനായിട്ട് നമുക്ക് സാധിക്കണം. 13ാമത്തെ ശ്ലോകം. ഗാം ആവശ്യ ച ഭൂതാനി ധാരയാമ്യഹം ഓജസ പുഷ്ണാമി ച ഔഷധി സർവ സോമോ ഭൂത്വാ രസാത്മക. ഓരോ ഗ്രഹത്തിലും ഞാൻ എൻ്റെ ശക്തി ഉള്ളത് കൊണ്ടാണ് അവരവിടെ താഴോട്ടൊന്നും വീഴാതെ ഭ്രമണപഥത്തിൽ സൗരയൂഥത്തിൽ നിൽക്കുന്നത്. ചന്ദ്രൻ, നമുക്ക് പരിചയമുള്ള ഒരു ഉപഗ്രഹത്തിനെ പറയാണ് ചന്ദ്രൻ. ചന്ദ്രനായിട്ട് സസ്യങ്ങൾക്ക് ജീവരസം പകരുന്നത് ഞാൻ തന്നെയാണ്. ചന്ദ്രൻ എന്ന ആ ഉപഗ്രഹത്തിന് ഭൂമിയിൽ വലിയ സ്വാധീനമുണ്ട്. മനസ്സിന്റെ ഈശ്വരനാണ് ചന്ദ്രൻ. മാനസിക വിഭ്രാന്തി ഉള്ളവർക്കൊക്കെ ഈ ചന്ദ്രന്റെ പൗർണമി ആ ദിവസമൊക്കെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടും. വാവെടുക്കുമ്പോഴൊക്കെ കടലിൽ അതുപോലെ വേലിയിറക്കമൊക്കെ ഉണ്ടാവില്ലേ? അതുപോലെ നമ്മളുടെ ശരീരത്തിലും 75% വെള്ളമല്ലേ, അപ്പൊ അതിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. മാത്രല്ല ഈ ഭൂമിയിലെ ഔഷധികളുണ്ട്, ഔഷധ സസ്യങ്ങൾക്കൊക്കെ അതിൻ്റെ ആ ഗുണം നൽകുന്നത് ഭഗവാൻ ആണ്. ഭഗവാൻ ചന്ദ്രനിലൂടെ ആണ് അതിനൊക്കെ ഒരു ശക്തി കൊടുക്കുന്നത്. ചില സ്ഥലത്തൊക്കെ സകല ആയുർവേദ ഔഷധങ്ങളും പൗർണമിയുള്ള ദിവസം അതിന് ഉണ്ടാക്കാനുള്ള വസ്തുക്കളൊക്കെ ആ നിലാവത്തിട്ടിട്ട് ഉണക്കൂത്തര. അതുപോലെ തന്നെ ഈ പച്ചക്കറികളൊക്കെ നിലാവ് കൊണ്ട് വരണം, അപ്പോഴാണ് അതിന് ആ സ്വാദ് അതിൽ പ്രവേശിക്കുക എന്ന് പറയും. അതൊക്കെ ചന്ദ്രന്റെ രശ്മിയിലൂടെ ഭഗവാന്റെ ചൈതന്യം വരുന്നത് കൊണ്ടാണ്. ഗാം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളുടെ ഉള്ളിലൊക്കെ ആവശ്യ ഞാൻ പ്രവേശിച്ചിട്ട്, ധാരയാമി അഹം ഓജസ അതിനെയൊക്കെ എൻ്റെ ശക്തി കൊണ്ട് അതാത് സ്ഥലത്ത് നിലനിർത്തുന്നു. പുഷ്ണാമി ച ഔഷധി സർവ എല്ലാ ഔഷധികളെയും പോഷിപ്പിക്കുന്നത്, അതാതിൻ്റെ ഗുണങ്ങൾ അതാതിൽ ചേർക്കുന്നത്. സോമോ ഭൂത്വാ രസാത്മക എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നത് ചന്ദ്രനായിത്തീരുന്ന ഞാൻ തന്നെയാണ് എന്ന് അറിയുക. 15ാമത്തെ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്, കേട്ടിട്ടുണ്ടാവും. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. നമ്മളുടെയൊക്കെ വയറ്റില് ഭക്ഷണം ദഹിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു അഗ്നി വേണം. ഈ പാൻക്രിയാസിന് എന്താ പറയാ? ആഗ്നേയ ഗ്രന്ഥി എന്നാണ് പറയാ. അഗ്നി രസം ആണ് അതിന്നുണ്ടാവണ ഹോർമോണുകൾ. അതാണ് ഈ ദഹന അഗ്നി. അതാരാണ്? ഞാൻ തന്നെയാകുന്നു. പ്രാണവായുവിനോട് ചേർന്ന് ഭഗവാൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആഹാരങ്ങൾ ദഹിക്കുന്നത്. സകല രോഗങ്ങൾക്കും അടിസ്ഥാനം വയറാണെന്ന് പറയും. വയറ്റില് വേണ്ട വിധത്തിലുള്ള ദഹനം നടക്കാതെ വരുമ്പോഴാണ് ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ
വൈശ്വാനരൻ എന്ന അഗ്നിയായിട്ട് നമ്മളുടെ ഒക്കെ വയറ്റിലെ ഈ ശാസ്ത്രജ്ഞന്മാർ അതിനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെന്നും ഒക്കെ പറയുമായിരിക്കും. അതിന്റെ ആ ശക്തി നൽകുന്നത് എന്തായാലും പ്രാണവായുവിനോട് ചേർന്ന് ഞാനാകുന്നു. എല്ലാ വിധത്തിലുള്ള 4 തരത്തിലാണ് എന്ന് പറയുന്നത്. ചതുർവിധം ആഹാരങ്ങളെയും ഞാൻ ദഹിപ്പിക്കുന്നു. ചതുർവിധം എന്ന് പറഞ്ഞാൽ ചിലത് നമ്മൾ കടിച്ചു കഴിക്കുന്നതുണ്ട്, ചിലത് വിഴുങ്ങി കഴിക്കുന്നുണ്ട്, ചിലത് വെള്ളം പോലെ കുടിക്കുന്നതുണ്ട്, ചിലത് നാവ് കൊണ്ട് നക്കി ലേഹ്യം പോലെയുള്ളതൊക്കെ അങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോ ആ 4 വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങളെയും ദഹിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ് എന്നറിയുക. ഡൈജഷനുള്ള, ദഹനത്തിനുള്ള അഗ്നി വൈശ്വാനരൻ ഞാൻ തന്നെയാണ് എന്ന് അറിയുക. നമ്മൾ കിട്ടുന്നൊക്കെ വായിലേക്ക് ഇടണു, അത് അന്നനാളത്ത് കൂടെ ആമാശയത്ത് പോണു. പക്ഷെ അവിടെ അറിയണം ഭഗവാന്റെ അംശമാണ് അവിടെ ആ ദഹന അഗ്നിയായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതുമായിട്ടുള്ള പ്രാണവായു, അതാണ് പ്രാണനും അപാനനും. അപാനനാണ് ഈ വിസർജന കാര്യങ്ങളെയൊക്കെ സഹായിക്കണ, ആ പ്രസവത്തിലിരിക്കുന്ന കുഞ്ഞിനെ പുറന്തള്ളുന്നതൊക്കെ ഈ വിയർപ്പിനെ പുറന്തള്ളുന്നത്, മലമൂത്രങ്ങളെ പുറന്തള്ളുന്നത്, ഗർഭസ്ഥ ശിശുവിനെ ശക്തിയോടുകൂടി പുറന്തള്ളുന്നതൊക്കെ ഈ അപാനവായുവാണ്. അപാനവായുവായിട്ട് ആവശ്യമില്ലാത്ത മലവസ്തുക്കളെയൊക്കെ പുറന്തള്ളുന്നതും, അതുപോലെ തന്നെ പ്രാണവായുവായിട്ട് ആവശ്യമുള്ള വസ്തുക്കളെ ഉള്ളിലേക്ക് എടുക്കുന്നതും ഞാൻ തന്നെയാണ്. വൈശ്വാനരൻ എന്ന പേരുള്ള അഗ്നിയായി മാറി 4 വിധത്തിൽ നിങ്ങൾ ഉള്ളിലേക്ക് ഇടുന്ന ഭക്ഷണങ്ങളെ ദഹിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ് എന്നറിയുക. 15ാമത്തെ ശ്ലോകം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവചാഹം. ഭഗവാൻ ആരാണ് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു തരാണ്. സർവജീവികളുടെയും ഹൃദയത്തിൽ വാഴുന്ന ആളാണ് ഞാൻ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ. ഹൃദയം എന്ന് പറയുന്നത് ഈ 4 അറകളുള്ള രക്തം പമ്പ് ചെയ്യുന്ന, ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന ആ ഹൃദയമല്ല. അതിന് വലത്ത് ഭാഗത്തായിട്ട് ഒരു ആധ്യാത്മിക ഹൃദയം, സാങ്കല്പികമായിട്ടുള്ള ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയത്തിലാണ് അണുമാത്ര രൂപിയായിട്ട് ഭഗവാൻ ഇരിക്കുന്നത്. അത് മനുഷ്യന്റെ മാത്രമല്ല, സകല ജീവികളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ. എവിടെ ഇരിക്കുന്നത്? ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ഹൃദയം നിനക്ക് സുഖവാസ മന്ദിരം എന്ന് രാമായണത്തിലും പറഞ്ഞിട്ടുണ്ട്. മത്ത സ്മൃതിർ ജ്ഞാനം അപോഹനം ച. എന്നിൽ നിന്നാണ് മത്ത എന്ന് പറഞ്ഞ എന്നിൽ നിന്നാണ് സ്മൃതി, വേണ്ടതൊക്കെ ഓർക്കാനുള്ള ആ കഴിവ്, ജ്ഞാനം അറിവ്, അപോഹനം മറവി. എത്രയോ കാര്യങ്ങൾ നമ്മൾ മറന്നു പോണം, മറന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആ മറവി നൽകുന്നതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതൊക്കെ ഞാൻ തന്നെയാണ്. സ്മരണയും ജ്ഞാനവും മറവിയും ഞാൻ തന്നെയാണ് നൽകുന്നത്. വേദൈശ്ച സർവൈരഹമേവ വേദ്യ. ആദ്യവും പറഞ്ഞില്ലേ, സർവവേദങ്ങളാലും അറിയപ്പെടേണ്ടത് എന്നെ മാത്രമാകുന്നു. വേദാന്തകൃത് വേദവിത് ഏവ ചാഹം. വേദം ഉണ്ടാക്കിയതും ഞാനാണ്, വേദങ്ങളിൽ കൂടി അറിയേണ്ടതും എന്നെ തന്നെയാണ് എന്ന് അറിയുക. പ്രധാനപ്പെട്ട ശ്ലോകമാണിത്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ. സർവസ്യ, എല്ലാവരുടെയും, ബ്രാഹ്മണന്മാരുടെ മാത്രം ഒന്നുമില്ല, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഞാൻ പ്രസന്റാണ്, സന്നിഹിതനാണ്. മത്ത, എന്നിൽ നിന്നാണ് സ്മൃതിയും ജ്ഞാനവും അപോഹനവും മറവിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. വേദാന്തകൃത്, വേദത്തിനെ ഉണ്ടാക്കിയതും, വേദവിത്ത്, അറിയേണ്ടതും ഞാനാണ് എന്നറിയുക. നമ്മളുടെയൊക്കെ അന്തര്യാമിയായിട്ട് നമ്മളിൽ എപ്പോഴും കുടികൊള്ളുന്നത് ആ ഭഗവാനാണ്. ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു ജീവചൈതന്യം ഉണ്ടാവുന്നത്. അപ്പം എപ്പോഴും പറയില്ലേ, 1 എഴുതിയിട്ട് കുറെ 0 ഇടുന്നോറും അതിന്റെ വില കൂടും. പക്ഷെ ആ 1 ഇല്ലെങ്കിൽ, 0 മാത്രമാണെങ്കിൽ അതിന് ഒരു വിലയുണ്ടാവില്ല, അല്ലെ? അതുപോലെ ആ ഒന്നാണ് ഭഗവാൻ.
അതുകൊണ്ട് നമ്മൾ ഹൃദയ ദൗർബല്യം ഉപേക്ഷിക്കണം. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത. അർജുനനോട് പറഞ്ഞു, നിങ്ങൾ ഹൃദയ ദൗർബല്യം ഉണ്ടാവാനുള്ളവരല്ല, നിങ്ങൾ വളരെ ശക്തന്മാരാണ്. കാരണം എന്താ? ഹൃദയത്തിന്റെ ഉള്ളില് അണുമാത്രമായിട്ട് ഭഗവാൻ കുടികൊള്ളുന്നു. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ, സർവരുടെയും ഹൃദയത്തിൽ ഞാൻ ഇരിക്കുന്നു. മത്ത, എന്നിൽ നിന്നാണ് സ്മൃതി, ജ്ഞാനം, അപോഹനം ഇതൊക്കെ ഉണ്ടാവുന്നത്. ഓർമ്മ, അറിവ്, മറവി, കൂടാതെ എല്ലാ തരം വികാരങ്ങളും. വേദഹിച്ച സർവൈരഹമേവ വേദ്യോ, എന്തൊക്കെ ജ്ഞാനം നേടണോ അതിൻ്റെയൊക്കെ അന്തിമ ലക്ഷ്യം ഭഗവാനെ അറിയുക. വേദാന്ത കൃതി, വേദങ്ങൾ ഉണ്ടാക്കിയതും വേദവിത്ത്, വേദങ്ങളിലൂടെ അറിയുന്നതും വേദങ്ങളിൽ കൂടി പ്രാപിക്കേണ്ടതും ഭഗവാനെ തന്നെയാണ് എന്ന് അറിയുക. 16ാമത്തെ ശ്ലോകം. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ച അക്ഷര ഏവ ച, ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ. 2 വിധത്തില് പുരുഷന്മാരുണ്ട്, തെറ്റ് പറ്റാവുന്നവരും തെറ്റ് പറ്റാത്തവരും. ദ്വാം എന്ന് പറഞ്ഞാൽ 2 തരം. ഇമൗ, ഈ ലോകത്തിലെ, പുരുഷൗ, പുരുഷന്മാര് ഉണ്ട്, ജനങ്ങളുണ്ട്, ക്ഷരന്മാരും അക്ഷരന്മാരും. ക്ഷര സർവാണി ഭൂതാനി, ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കൾ എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ തെറ്റ് പറ്റാവുന്നവരാണ്. എന്നാൽ കൂടസ്ഥോ, തെറ്റ് പറ്റാതെ ഉറച്ചിരിക്കുന്നവരാണ്, കൂടസ്ഥന്മാരാണ്. അക്ഷര ഉച്യതേ, അവര് അക്ഷരന്മാരാണ്, നാശം ഇല്ല, അക്ഷരം ഇല്ലാത്തവരാണ് അവർ എന്നാണ്. ഈ ലോകത്ത് നശിക്കുന്നതും നശിക്കാത്തതും ആയിട്ടുള്ള 2 തരം പുരുഷന്മാരുണ്ട്. എല്ലാ ഭൂതങ്ങളുടെയും ബാഹ്യ ശരീരം നശിച്ചു പോവും, എന്നാൽ ജീവാത്മാവ് നശിക്കാത്തതാണ്. എത്രയാണ് അതിൽ പറയാനുള്ളത്? 17ാമത്തെ ശ്ലോകം. ഉത്തമ പുരുഷസ്ത്വന്വ, ഈ 2 തരം ഇതൊന്നും കഴിഞ്ഞിട്ട് വേറൊരാളുണ്ട്, അത് ഉത്തമ പുരുഷനാകുന്നു. പരമാത്മേതി ഉദാഹൃത, നേരത്തെ പറഞ്ഞു ശരീരം നശിക്കുന്നതാണ്, അതിൽ നശിക്കാത്തതായിട്ടുള്ള അക്ഷരം. അക്ഷരമായിട്ടുള്ള ശരീരം നശിച്ചു പോവും, അക്ഷരമായിട്ടുള്ള ജീവാത്മാവ് നശിക്കില്ല. അത് ഒരു ജീവനിൽ നിന്ന്, ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് അങ്ങനെ പുണ്യം കൂടുമ്പോ ദേവനായിട്ടും ഏറ്റവും സുകൃതം മാത്രം ഭഗവാനോട് ചേരാനുള്ള അർഹത ഉണ്ടാവുമ്പോ ഭഗവാനായിട്ടും ലയിച്ചു പോകുന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ അതിന് പാപവും പുണ്യവും ജനനവും മരണവും ഒന്നുമില്ല. അതാണ് ലക്ഷ്യം. ഈ 2 എണ്ണത്തിൽ നിന്നും കൂടാതെ ഉത്തമ പുരുഷസ്തു അന്യ, പരമമായിട്ടുള്ള അന്യമായിട്ടുള്ള മറ്റൊരു പുരുഷൻ ഉണ്ട്. പരമാത്മാ ഇതി ഉദാഹൃത, അതിന്റെ പേരാണ് പരമാത്മാവ്. യോ ലോകത്രയമാവിശ്യ, സകല ലോകങ്ങളും 14 ലോകങ്ങളും, അതിനെയാണ് ഈ ത്രിലോകം എന്ന് പറയുന്നത്. ഭൂമി, ഭൂമിയുടെ മുകളിലുള്ള ലോകങ്ങൾ, ഭൂമിയുടെ താഴെയുള്ള ലോകങ്ങൾ, അങ്ങനെ സകല ലോകങ്ങളിലും ആവിശ്യ, പ്രവേശിപ്പിച്ചിട്ട് ബിഭർത്തി അവ്യയ ഈശ്വരനായിട്ട് അതിനെ ഒക്കെ വേണ്ട വിധത്തിൽ, നല്ല ഒരു രാജാവ് എങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കുന്നത് അതുപോലെ ഈ ലോകത്തിൽ മുഴുവനും ചേർന്ന് നിൽക്കുന്ന ഞാനാണ് ഉത്തമ പുരുഷൻ, പുരുഷോത്തമൻ. ഈ പുരുഷോത്തമനായിട്ട് ചേരുന്നതിനുള്ള കാര്യങ്ങളാണ് ഭഗവാൻ ഈ പുരുഷോത്തമ യോഗം എന്ന് ഇതിൽ പറയണം. അപ്പൊ അല്ലാതെ ഒരാളിലുണ്ട് മറ്റൊരാളിലില്ല എന്ന് ഉള്ളൂര് പറഞ്ഞിട്ടുണ്ട്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട് അയ്യൻ പുലയനിലും ഉണ്ട്. ശങ്കരാചാര്യർ ഇങ്ങനെ നടന്നു വരുമ്പോ പട്ടിയേം കൊണ്ടൊരു ചണ്ടാലൻ വന്നപ്പോ വഴി മാറൂ, എന്നെ തൊടല്ലേ എന്ന് പറഞ്ഞപ്പോ ആ ചണ്ടാലൻ പറഞ്ഞില്ലേ, ആരോടാ വഴി മാറാൻ പറയണത്, അങ്ങയിലുള്ള ഈശ്വരൻ തന്നെയല്ലേ എന്നിലും എന്ന് കേട്ട ഉടനെ ശങ്കരാചാര്യരായതുകൊണ്ട് സംഗതി മനസ്സിലായി, ഇതൊരു സാധാരണ മനുഷ്യനല്ല, എന്നെ അനുഗ്രഹിക്കാൻ വന്ന, എന്നിൽ അവശേഷിച്ചിട്ടുള്ള അജ്ഞാനം മാറ്റാൻ വന്നിട്ടുള്ള പരമേശ്വരനാണ് എന്ന സത്യം മനസ്സിലായി. അതുപോലെ തന്നെ രഘുഗണ രാജാവിന് ജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഭരതൻ, ജഡഭരതനും അതുപോലെ തന്നെ പറഞ്ഞു. ആരാണ്? ശരീരത്തിനെയാണോ പറയണത്? മണ്ട എന്നൊക്കെ വിളിച്ചപ്പോ പറയണതാണ്.
ശരീരത്തിനെയാണ് പറയുന്നതെങ്കിൽ അത് പഞ്ചഭൂതങ്ങൾ ചേർന്നതാണ്. അത് തന്നെയാണ് അങ്ങയുടെ കയ്യിലുള്ളത്. ആത്മാവിനെയാണ് പറയുന്നതെങ്കിൽ അതിന് നാശമില്ലാത്തതാണ്. അത് അങ്ങയുടെയും എന്റെയും ഒരുപോലെയാണ് എന്നൊക്കെയുള്ള ആ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ ശരീരത്തിൽ നിന്നും ജീവാത്മാവിൽ നിന്നും അന്യമായിട്ട് പരമാത്മാവ് എന്ന പേരായിട്ട് അവ്യയം, നാശം ഇല്ലാത്ത ഒരു ശക്തിയുണ്ട്. അദ്ദേഹം സകല ലോകങ്ങളിലും അന്തർഗതനായി. അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഈ ലോകം മുഴുവനും നിലനിൽക്കുന്നത്. കാറ്റ് വേണ്ട വിധത്തിൽ ചലിക്കുന്നത്, നമുക്ക് ശ്വസിക്കാനുള്ള വായു തരുന്നത്, ആകാശത്തെ ഗോളങ്ങൾ യഥാസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞില്ലേ നിലനിൽക്കുന്നത്, സൂര്യൻ ഉജ്ജ്വലിക്കുന്നത്, ചന്ദ്രൻ തന്റെ രശ്മികളിൽ കൂടി ഔഷധികളെ പോഷിപ്പിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ശരീരം ദഹിക്കുന്നത്, അതൊക്കെ ഈ ഭഗവാനുള്ളത് കൊണ്ടാണ്. ലോകത്രയം ആവശ്യ, സകല ലോകങ്ങളിലും പ്രവേശിച്ച് അവിടുന്ന് അതിനെ നിലനിർത്തുകയാണ്. നമുക്ക് പക്ഷെ നമ്മളുടെ അഴുക്ക് പുരണ്ട ദൃഷ്ടി കൊണ്ട് അതിനെ കാണാനില്ല. അതാണ് അതിനെ തുടച്ച് ഭക്തി കൊണ്ട് അതിനെ വൃത്തിയാക്കുമ്പോൾ ഭഗവാന്റെ രൂപം തീർച്ചയായിട്ടും അവിടെ തെളിയും. അപ്പോഴാ നമുക്ക് മനസ്സിലാവുള്ളൂ, അയ്യോ എന്തൊരു ആനന്ദമാണ് എന്നുള്ള കാര്യം. അതിനെ സഹായിക്കുന്ന ഒന്നാമത്തെ പടിയാണ് നാമജപം. അതുകൊണ്ടാണ് പ്രഭുപാദര് പറയുന്നത് എപ്പോഴും ജപിക്കൂ. ഭഗവാനും പറയുന്നത് നിത്യശ സദാസ്മര സദാസ്മര. എപ്പോഴും ഭഗവാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ ഓർത്തുകൊണ്ട് ആ നാമം നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണൻ ജയിക്കട്ടെ, ഹരേ രാമ എന്നുള്ള ആ ജപം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവണം. 18ാമത്തെ ശ്ലോകം. യസ്മാത് അക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമ അതോസ്മി ലോകേ വേദേ ച പ്രഥിത പുരുഷോത്തമ. യസ്മാത് ഞാൻ ഇന്ദ്രിയാതീതനും അക്ഷരങ്ങൾക്കും അതീതനാണ്. യസ്മാത് അക്ഷരം അതീതോ അഹം, ഇതിനൊക്കെ അതീതനാണ് ഞാൻ. അക്ഷരാദപി ചോത്തമ, സകല അക്ഷരങ്ങൾക്കും മുകളിലുള്ള ആളാണ്. അതോ അസ്മി ലോകേ വേദേച്ച, അതുകൊണ്ട് ഈ ലോകങ്ങളും അറിവുള്ളവരും വേദങ്ങളും എന്നെ പറയുന്ന പേരാണ് പ്രഥിത പുരുഷോത്തമ, പുകഴ്ത്തുന്നു. പുരുഷോത്തമൻ ഇദ്ദേഹമാണ്, പുരുഷോത്തമൻ നമ്മളിലൊക്കെ വാഴുന്ന പുരുഷോത്തമൻ ഇതാണ് എന്ന് പറയുന്നു. അത് ഞാൻ തന്നെയാണ് എന്ന് അർജുന അറിയുക. ഇതിന് മുമ്പത്തെ അധ്യായങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, ആ വിശ്വരൂപ വർണ്ണനയിലൊക്കെ ഭഗവാൻ തന്നെയാണ് സകലതുമായി മാറിയിട്ടുള്ളത് എന്ന കാര്യം അറിയാൻ സാധിക്കും. അതാണ് 18ാമത്തെ ശ്ലോകത്തില് പറഞ്ഞത്. യസ്മാത് അക്ഷരമതീതോഹം, അക്ഷരത്തിനും ഒക്കെ അതീതമായിട്ട്, അക്ഷരാദപി ചോത്തമ, അക്ഷരമായ ആത്മാവ് ജീവാത്മാവിനും അതീതമായിട്ട്, അതോ അസ്മി ഒരു ആളുണ്ട്, ലോകേ വേദേച്ച സകല ലോകങ്ങളും അതിനെ പറയുന്നു, പ്രഥിത പറഞ്ഞു, പുരുഷോത്തമൻ എന്ന് പ്രസിദ്ധനായ ആ വസ്തു ഇതാ അർജുന നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ തന്നെയാണ് എന്ന് അറിയുക. 19ാമത്തെ ശ്ലോകം. യോ മാം ഏവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിത് ഭജതി മാം സർവഭാവേന ഭാരത. അതുകൊണ്ട് സകലതിലും സകലതിലും എന്നെ തന്നെ കണ്ട്, നമ്മൾ പരസ്പരം കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ നമഃശിവായ എന്നാണ് പറയും. അത് നിങ്ങളുടെ ഹൃദയത്തിലും എൻ്റെ ഹൃദയത്തിലും ഒരുപോലെ ഇരിക്കുന്ന ആ ശിവനെ, മംഗളരൂപിയായിട്ടുള്ള ഭഗവാനെ നമസ്കരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ ശിവായ എന്ന് പറയുന്നത്. യോ മാമേവ സമ്മൂഢോ, അത് സംശയമില്ലാതെ ഭ്രമിക്കാതെ സമ്മൂഢനാവാതെ ഇപ്രകാരം ഭഗവാനെ ജാനാതി പുരുഷോത്തമൻ ഉത്തമ പുരുഷനായിട്ട് അറിയുന്ന ആൾ ആരാണോ, സ സർവവിത്ത് ആ ആള് സകലതും അറിയുന്നതാണ്, ഭജതി മാം ആ ആൾക്ക് മാത്രം എന്നെ എപ്പോഴും ഭജിച്ചുകൊണ്ടേയിരിക്കണം എന്ന ആ ചിന്ത വരുന്നു.
സർവഭാവേന എല്ലാത്തിലും കുടികൊള്ളുന്ന ശക്തിയാണ്, ചൈതന്യം ഞാനാണ് എന്ന കാര്യം അറിഞ്ഞ് ആ ആൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ ഭഗവാനെ തന്നെ ഉത്തമ പുരുഷൻ, എന്നിലെ ജീവനായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് എന്ന് അവര് അറിയുന്നു. അത് മൂഢ എന്നും ഭഗവാൻ മുൻപ് പലവട്ടവും അറിയാത്ത ആൾക്കാരെ വിളിച്ചു. മൂഢമതേ ഭജഗോവിന്ദം ഭജഗോവിന്ദം. ശങ്കരാചാര്യര് തന്നെയാണ് അതും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഹിമാലയത്തിന്റെ സൈഡിൽ ഗംഗാതീരത്ത് കൂടി നടക്കുന്ന സമയത്ത് ഒരു വയസ്സായ ബ്രാഹ്മണൻ ഇങ്ങനെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വ്യാകരണ നിയമങ്ങളാണ് പഠിപ്പിക്കുന്നത്. അത് തെറ്റുമ്പോ നല്ല അടി കൊടുക്കും, നേരെ പറയാൻ പറയും. അത് എന്തിനാണ് ഈ വ്യാകരണം? അതിൽ കൂടി എന്താണ്? ഇപ്പൊ പറഞ്ഞില്ലേ, വേദങ്ങളിലൂടെ ഒക്കെ അറിയേണ്ടത് ഭഗവാനെയാണ്. ആ കാര്യേ മിണ്ടുന്നില്ല. വ്യാകരണം എന്നുള്ള ആ കാര്യം ഇങ്ങനെ പഠിപ്പിക്കാണ്, തെറ്റുമ്പോഴൊക്കെ വഴക്ക് പറയാണ്. അപ്പൊ ശങ്കരാചാര്യര് പറയണതാണ്, കാലൻ വന്ന് അടുത്ത് നിൽക്കുമ്പോ നഹി നഹി രക്ഷതി ഡുക്രിഞ്ഞു കരണേ. ഡുക്രിഞ്ഞു കരണേ എന്നൊക്കെ പറയുന്നത് ഓരോ വ്യാകരണ നിയമങ്ങളാണ്. ഇതൊക്കെ പഠിപ്പിച്ച് മാത്രം ഇരുന്നാലേ, അല്ലയോ ഗുരുവോ, ഈ കാലൻ വന്ന് വിളിക്കൂലോ, എല്ലാവർക്കും പോണ്ടേ. കാലൻ വന്ന് വിളിക്കുമ്പോ നഹി നഹി രക്ഷതി, ഈ വ്യാകരണ നിയമങ്ങളൊന്നും രക്ഷിക്കാൻ പോകുന്നില്ല. തോണിക്കാരന്റെ കഥ പറയില്ലേ, തോണിയിലൊരു വലിയ പണ്ഡിറ്റ് കയറി, എന്നിട്ട് പുഴ കടത്തുന്ന ആ പാവം ഇയാളോട്, തോണിക്കാരനോട് ചോദിച്ചു, നിനക്ക് വ്യാകരണം അറിയോ? അപ്പൊ അയാള് പറഞ്ഞു, അയ്യോ, അത് ആ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല. നിനക്ക് ശാസ്ത്രം അറിയോ? ഭഗവത്ഗീത അറിയോ? ഒന്നും എനിക്ക് അറിയില്ല തമ്പുരാനെ എന്ന് പറയും ഇയാൾ. അവസാനം വലിയ കാറ്റും കോളും വന്നപ്പോ തോണി മറിയാൻ പോവാണ്. അപ്പൊ ഇദ്ദേഹം, ഈ തോണിക്കാരൻ പണ്ഡിറ്റിനോട് ചോദിച്ചു, അങ്ങേക്ക് നീന്താൻ അറിയോ? നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഇയാള് പറഞ്ഞു, വ്യാകരണം അറിയില്ല, ശാസ്ത്രം അറിയില്ല, ജ്ഞാനമില്ല, അപ്പൊ നിന്റെ ജീവിതം പകുതിയും പോയി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇയാള് തിരിച്ചു പറയും, നീന്താൻ അറിയാത്തത് കൊണ്ട് അങ്ങയുടെ ജീവിതം ഇതാ ഇവിടെ മുഴുവനും പോവാൻ പോവാണ് കേട്ടോ എന്ന് പറയും. അതുപോലെ വേറെ എന്തറിഞ്ഞില്ലെങ്കിലും ഭഗവാനെ നമ്മൾ അറിയണം. അതാണ് നമുക്ക് രക്ഷയ്ക്കായിട്ട്. അവസാന കാലത്ത് എന്തൊക്കെ ഉണ്ടാവാൻ പോകുന്നത് ആർക്കും അറിയില്ലല്ലോ. എന്തൊക്കെ അസുഖങ്ങൾ വരും, വിഷമിക്കോ, ഓർമ്മ നഷ്ടപ്പെടുവോ, അതോ യാതൊരു വിഷമോ ഇല്ലാതെ ഒരു പൂ കൊഴിയുന്നത് പോലെ അനായാസേന മരണം എന്നുള്ളത് പോലെ ഒരു വിഷമവും ഇല്ലാതെ എത്രയോ ആൾക്കാർ മരിച്ചു പോകുന്നു. അങ്ങനെയുള്ള ഒരു ഭാഗ്യമുള്ള മരണം നമുക്ക് കിട്ടുമോ? ഒന്നും അറിയില്ല. അതുകൊണ്ട് എപ്പോഴും നാമം ജപിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മരണസമയത്തും ആ ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. അതിനാണ് മരിക്കുന്ന സമയത്ത് ചുറ്റും നിന്ന് ബന്ധുക്കളോട് നാമം ചൊല്ലണം എന്ന് പറയണം. അങ്ങനെയെങ്കിലും ആ ചെവിയില് നാരായണ നാരായണ എന്ന് എപ്പോഴും ജപിക്കും. അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം എന്ന വിശേഷപ്പെട്ട മന്ത്രം ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ബന്ധിച്ചിട്ടുള്ള ആ അയ്യോ ഞാനില്ലെങ്കിൽ ഇവർക്ക് എന്താവും എന്നുള്ള ആ വിചാരമൊക്കെ പോയിട്ട് ഭഗവാനോട് ചേരണം എന്നുള്ള ആഗ്രഹം ആ ജീവാത്മാവിന് ഉണ്ടാകും. അതാണ് ആ സകലരിലും ഇരിക്കുന്ന ആള് ഞാൻ തന്നെയാണ് എന്ന് അറിയണം, എന്നെ ഭജിക്കണം എന്നിവിടെ പറയുന്നത്. യോ മാമേവ അസമ്മൂഢോ, അത് അറിയുന്ന ആൾക്കാര് ജാനാതി അറിയുന്നു, സകലതും അറിയുന്നു. പുരുഷോത്തമം, പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള എന്നെ അവർ അറിയുന്നു. സർവവിദ്, ആ ആൾക്കാര് സകലതും അറിയുന്നു. ഭജതി മാം, ഭഗവാനെ ഭജിച്ചുകൊണ്ടേയിരിക്കുന്നു. സർവഭാവേന ഭാരത, സകല ചരാചരങ്ങളും ഭഗവാന്റെ അംശമാണ് എന്ന് വിചാരിച്ചു. അവർക്കൊന്നും ദാഹിച്ചു വരുന്ന ആൾക്കാർക്ക് വെള്ളം കൊടുക്കാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു കുട്ടി സ്കൂളിലേക്ക് പോകാൻ പണമില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ ധാരാളം ഉണ്ടെങ്കിൽ കുറച്ച് കൊടുക്കണം. അതൊന്നും കൊടുക്കാതെ ഭഗവാന്റെ വിഗ്രഹത്തിൽ മാത്രമാണ് ഭഗവാൻ ഉള്ളത് എന്ന് വിചാരിച്ചിരുന്നാൽ ഭഗവാൻ വരില്ല. സർവഭാവേന, സകലരിലും ഭഗവാൻ ഇരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഭജിക്കണം. എപ്പോഴും ഭജിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള ആൾ തീർച്ചയായിട്ടും പുരുഷോത്തമനായ എന്നെ അറിയുന്നതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. സ സർവവിദ്, ആ ആള് സകലതും അറിയുന്നു. ഭജതി മാം, എപ്പോഴും എന്നെ ഭജിക്കുന്നു.
സർവഭാവേന, അതാണ് പ്രധാനം. സകലരിലും ഭഗവാനുണ്ട് എന്ന വിചാരത്തിൽ ആരോടും ശത്രുത തോന്നാതെ ഭഗവാനാണ് എന്ന വിചാരം ഉണ്ടാവും. ഇനി അവസാനത്തെ ശ്ലോകം ഈ അധ്യായത്തിലെ ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ അനഘ ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാദ് കൃതകൃത്യശ്ച ഭാരത. അനഘ എന്നാണ്. അഘം എന്ന് പറഞ്ഞ പാപം, അനഘ എന്ന് പറഞ്ഞ പാപം ചെയ്യാത്തവനെ, നിന്റെ ബുദ്ധിയൊക്കെ നേരെയാണ്. അതുകൊണ്ടാണ് അർജുനൻ എന്നുള്ള പേര് തന്നെ ആർജവം ഉള്ളവൻ എന്ന്. അങ്ങനെ അനഘനായ അർജുന, പാപം ചെയ്യാത്തവനെ, ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതായ ഇതി ഗുഹ്യതമം ആണ്, ഏറ്റവും ഗുഹ്യമായ രഹസ്യമായ, പ്രിയം പ്രിയതരം പ്രിയതമം എന്ന് പറയില്ലേ, പ്രിയതമം പ്രിയതമ എന്നൊക്കെ പറഞ്ഞ ഏറ്റവും ഇഷ്ടമുള്ള എന്ന് മാത്രല്ല രഹസ്യവുമാണ്. അങ്ങനെയുള്ള ഈ ശാസ്ത്രം, ഇതൊരു ശാസ്ത്രമാണ്, ഇതാണ് ശാസ്ത്രം. ഇതം ഉക്തം മയ, ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഈ ശാസ്ത്രം, ഏതത് ഇത്, ബുദ്ധ്വാ ബുദ്ധിമാൻ, ഇത് പഠിക്കുന്ന ആൾക്കാര്, ഇതറിയാൻ ശ്രമിക്കുന്ന ആൾക്കാര്, ബുദ്ധിമാൻ സ്യാത്, ബുദ്ധിമാനായി വരും. 10ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചില്ലേ, ഭഗവാനിലേക്ക് തിരിയുന്നവർക്ക് ദദാമി ബുദ്ധിയോഗം, ഭഗവാനിലേക്ക് തിരിയേ വേണ്ടു, എനിക്ക് രക്ഷയ്ക്ക് ഭഗവാനേ ഉള്ളൂ എന്ന വിചാരം ഉണ്ടാവേ വേണ്ടു. ഗജേന്ദ്രനുണ്ടായി. എപ്പോഴാണ് ഉണ്ടായത്? മുക്കോളം മുങ്ങി യാതൊരു രക്ഷയില്ല എന്ന് വന്നപ്പോഴാണ് ഉണ്ടായത്. പക്ഷെ ആ ഒരു നിമിഷം തന്നെ ഭഗവാൻ ഓടി വന്നു രക്ഷിക്കാനായിട്ടല്ലേ. അതേപോലെ എപ്പോഴും ഇത് എപ്പോഴാണോ അറിയുന്നത് അവർക്ക് ഭഗവാൻ ബുദ്ധി തരും, അവര് ബുദ്ധിശാലികളാകും. അവര് എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിലും ഭഗവാനിലേക്ക് എത്താനുള്ള ആ പ്രവൃത്തികളൊക്കെ പൂർണ്ണത വരും. നാമം ജപിക്കാനിരിക്കുമ്പോൾ അവർക്ക് ഏകാഗ്രത കിട്ടും. ഓരോ കാര്യവും, ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ല സ്വാദിഷ്ടമായിട്ട് വരും. വീട് വൃത്തിയാക്കുകയാണെങ്കിൽ അത് വേഗം വേഗം ശരിയാവും. അങ്ങനെ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഏറ്റവും പൂർണ്ണമായിട്ട് തന്നെ വരും. അതിന് എന്ത് വേണം? ഇത് അറിയണം. ഭഗവാനാണ് സർവവും, സർവ ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. അതാണ് ആ ശ്ലോകം പറഞ്ഞില്ലേ, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടം, സർവരുടെയും ഹൃദയത്തിൽ ഞാൻ ഇരിക്കുന്നു എന്ന ഈ അറിവ് ഉണ്ടാക്കുകയാണ് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഭഗവാനെ സർവരിലും കണ്ട് ആരോടും വൈരമില്ലാതെ, എന്താന്ന് വെച്ചാല് വിരോധവും ശത്രുതയൊക്കെ തോന്നിയാല് അവർക്കല്ല, അവർക്ക് ഉണ്ടായാലും ഇല്ലെങ്കിൽ നമുക്ക്, നമ്മളുടെ മനസ്സിന് അതൊരു നെഗറ്റീവായിട്ട് വരും. അതുകൊണ്ട് അതിലൊന്നും ശ്രദ്ധിക്കേ വേണ്ട. നമ്മളുടെ ഈ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം തന്നു ഭഗവാൻ. മാത്രല്ല ഈ ഭഗവാനിലേക്ക് തിരിയാനുള്ള ബുദ്ധി തന്നു. അതാണ് പ്രധാനം. എത്രയോ ആൾക്കാരുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈ രാഷ്ട്രീയം, സാമൂഹ്യ കാര്യങ്ങള്, വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നടക്കുന്ന, സമയവും ആരോഗ്യവും ശക്തിയും പണവും ഒക്കെ വൃഥാ കളയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതല്ലാതെ ഭഗവാനിലേക്ക് തിരിയാൻ തോന്നിയില്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെയുള്ള ഇതറിയുന്ന ആൾക്കാര് ബുദ്ധിശാലികളാണ്, അല്ലെങ്കിൽ ഭാഗ്യശാലികളാണ്. അവരെന്ത് പ്രവർത്തിച്ചാലും അവരോട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ദൈവാധീനം ജഗൽ സർവം എന്നാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ മറ്റൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഭാഗ്യശാലികളായിട്ടുള്ള എല്ലാ ആൾക്കാരും എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിക്കണം. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഹരേ കൃഷ്ണ എന്നുള്ള നാമജപം ഉണ്ടാവണം. അപ്പൊ നമ്മൾ അറിയാതെ ഒന്ന് വീഴാൻ പോയാലും അയ്യോന്നോ അമ്മേന്നോ അല്ല നമ്മൾ പറയാം, ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു അവസ്ഥ വന്നാല് നമ്മൾ പൂർണ്ണതയിലേക്ക് അടുത്തു എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഈ പുരുഷോത്തമ യോഗം ഇവിടെ സമാപിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച 16ാമത്തെ അധ്യായം. ഓം തത്സത്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.